മന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് പൗർണമിയിലാണ്. യജ്ഞങ്ങളും ഋഷീശ്വരന്മാരുടെ തപസ്സും സമ്പൂർണ്ണമാകുന്നത് പൗർണമി ദിവസങ്ങളിലാണ്. മറ്റേത് ദിവസത്തിനും നൽകാത്ത പ്രാധാന്യം എന്തിനാണ് പൗരാണികർ പൗർണമിക്ക് നൽകിയത്? അതിൻ്റെ ഭംഗി കൊണ്ടാണോ, അതോ മനുഷ്യൻ്റെ ഓരോ കോശങ്ങളെയും ജ്വലിപ്പിക്കാനുള്ള അവളുടെ ശക്തി കൊണ്ടാണോ? മനുഷ്യൻ്റെ ശരീരം സൗരയൂഥത്തിലെ പലവിധ എനർജി വൈബ്രേഷൻസിന് വിധേയരാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഓരോ ഫുൾമൂൺ സമയത്തും 7 ചക്രങ്ങളിൽ, അതിലും പ്രധാനമായി അനാഹത ചക്രത്തിലുണ്ടാവുന്ന സ്വാധീനത്തെക്കുറിച്ചാണ്. ഓരോ മനുഷ്യൻ്റെ ചക്രങ്ങളിലും മിതമായ അളവിൽ പ്രാണിക് എനർജി എന്നും സഞ്ചരിക്കാറുണ്ട്. ഈ സഞ്ചാരം എത്ര കാലം തടസ്സമില്ലാതെ തുടരുന്നുവോ അത്ര കാലം രോഗങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഇല്ലാതെ ജീവിതം അനായാസം മുന്നോട്ട് പോകും. അതേസമയം ഏതെങ്കിലും സ്പിരിച്വൽ പാത്ത് ഫോളോ ചെയ്യുന്നവർക്ക് എനർജി മിതമായി ഒഴുകുന്നതിന് പകരം മൂലാധാരയിൽ നിന്നും ആഗ്നയിലേക്ക് ഉയരാനാണ് ശ്രമിക്കാറുള്ളത്. കേൾക്കുമ്പോൾ നല്ല കാര്യമായി തോന്നിയാലും ഇവിടെ ഒരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മൂലാധാരയിൽ നിന്നും ഉയരുന്ന ഊർജങ്ങൾ ഭൂരിഭാഗം വ്യക്തികൾക്കും അനാഹത കടന്ന് മുകളിലേക്ക് പോവാറില്ല. ഒന്നില്ലെങ്കിൽ അവിടെ സ്റ്റക്കാവുകയോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഊർജം മാത്രം കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുന്നു. ഈ കാരണത്താൽ ലോവർ ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും ജീവിതത്തിലെ സന്തോഷങ്ങൾ പൂർണ്ണതോതിൽ ലഭിക്കാതാവുകയും ചെയ്യും. ഇവിടെയാണ് ഓരോ മാസവും ഭൂമിയിൽ ഉണ്ടാവുന്ന ഫുൾ മൂൺ എനർജി നിങ്ങളുടെ സഹായത്തിനെത്തുന്നത്. ഓരോ ഫുൾ മൂൺ സമയത്തും നിങ്ങളുടെ അനാഹത ചക്രം താൽക്കാലികമായി ആക്ടിവേറ്റ് ആവാറുണ്ട്. ഈ ആക്ടിവേഷൻ്റെ ഫലമായി അനാഹതയ്ക്ക് ചുറ്റും ഒരു കാന്തിക വലയം രൂപപ്പെടുകയും അതിൻ്റെ ശക്തിയിൽ മൂലാധാരയിലുള്ള ഊർജങ്ങൾ അനാഹതയിലേക്ക് അനായാസം ആകർഷിക്കപ്പെടുകയും ചെയ്യും. ശേഷം ഫുൾമൂൺ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ പിംഗള നാഡികളുടെ സഹായത്തോടെ ഊർജം അനാഹതയിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. ഈ പ്രക്രിയ സംഭവിക്കുമ്പോൾ അനാഹതയുടെ പരിശുദ്ധി അനുസരിച്ച് 2 രീതിയിലാണ് നിങ്ങളുടെ ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടാവുക. അനാഹത ശുദ്ധമാണെങ്കിൽ അവിടെ ഇമോഷൻ ബ്ലോക്കേജുകൾ ഒട്ടും ഇല്ലെങ്കിൽ കൃത്യം ഫുൾമൂൺ ആവുമ്പോൾ വിവരിക്കാൻ കഴിയാത്ത ആനന്ദം നിങ്ങളുടെ ഓരോ കോശങ്ങളിലും നിറയാൻ തുടങ്ങും. യാതൊരു പ്രയാസവും കൂടാതെ കൂടുതൽ നേരം ധ്യാനത്തിൽ ലയിക്കാനും ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും സാധിക്കും. ഇനി അഥവാ അനാഹത അശുദ്ധമാണെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. പെട്ടെന്ന് ദേഷ്യപ്പെടാനും വിഷമിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടുതൽ നീണ്ടുപോവാനും ഫുൾമൂൺ സമയത്ത് സാധ്യതയുണ്ട്. നിങ്ങളുടെ അനാഹത ഇപ്പോൾ പറഞ്ഞതിൽ ഏതാണെങ്കിലും ചില യോഗവിദ്യകൾ പരിശീലിച്ചാൽ അതിനെ ഇനിയും ശക്തിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. ചക്രങ്ങളിലേക്ക് കുണ്ടലിനി ശക്തിയെ വഹിക്കുന്നത് 2 നാഡികളാണ്, പിംഗള. ഇതിൽ ഇടനാടി ചന്ദ്രനുമായും പിംഗളനാടി സൂര്യനുമായും കണക്റ്റായിരിക്കുന്നു. ഫുൾമൂൺ ദിവസങ്ങളിൽ നിവർന്നിരുന്ന് വലത്തേ മൂക്ക് അടച്ചു പിടിച്ച് ഇടനാടി സഞ്ചരിക്കുന്ന ഇടത് മൂക്കിലൂടെ മാത്രം 11-21 പ്രാവശ്യം ഇൻഹെയിൽ ആൻഡ് എക്സേൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇടനാടി കുറച്ച് ദിവസത്തിനുള്ളിൽ ആരോഗ്യകരമായി പ്രവർത്തിക്കുകയും അനാഹതയിലേക്ക് ഊർജങ്ങൾ സ്റ്റക്കാവാതെ ചാനലാവുകയും ചെയ്യും. ഏതെങ്കിലും മൈനർ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അവയെല്ലാം റിലീസ് ചെയ്യാനും ഈ പ്രക്രിയ ഉത്തമമാണ്. എല്ലാ മാസവും ഫുൾമൂണിൽ മുടങ്ങാതെ ഈ പ്രാക്ടീസ് തുടർന്നു വന്നാൽ ഊർജങ്ങൾ അനാഹത ഭേദിച്ച് ആഗ്നയിലേക്ക് തീർച്ചയായും പ്രവേശിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ 7 ചക്രങ്ങളും ഓപ്പൺ ആകുന്നതിൻ്റെ ലക്ഷണമായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പകരം പ്രകൃതിയുടെ സ്വാധീനത്തിൽ ഭൂമിയിൽ ഉണ്ടാവുന്ന എനർജി റൈസിങ്ങിനെ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുകയാണ്. ചക്രങ്ങളെല്ലാം തുറന്ന് എൻലൈറ്റൻമെൻറ്റ് എന്ന സ്ഥിതിയിൽ ലയിക്കാൻ ജന്മങ്ങളുടെ യോഗ അഭ്യാസവും കർമ്മചക്രങ്ങളെ മറികടക്കാൻ പ്രകൃതിയുടെ അനുവാദവും ആവശ്യമാണ്. നിങ്ങളുടെ ആത്മീയ പാതയെ ഭക്തിപൂർവം പൂർത്തീകരിക്കുക.